ഹലോ, ഞാൻ സണ്ണി മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. പേരെന്തായിരുന്നു? വിഷ്ണു എന്നല്ലേ? ഓക്കെ ഓക്കെ. എവിടെയായിരുന്നു സ്ഥലം? എവിടെയാണ് വരുന്നത്? കാലിക്കറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഏത് കോഴ്സായിരുന്നു താല്പര്യപ്പെടുന്നത്? ബി സി ആണോ? ഓക്കെ ഓക്കെ. ബി സി വരുന്നത് വെച്ചാൽ നമ്മൾ 3 ഇയർ കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വാട്സാപ്പിൽ അയക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ഇതന്നെയല്ലേ വാട്സാപ്പ് നമ്പർ? അതെ അല്ലേ? ഓക്കെ ഓക്കെ, ശരി. സജ, ഈ ലീഡിന്റെ അവസ്ഥ എന്താ? ക്വാളിറ്റി ഉള്ള ലീഡാണോ? ക്വാളിറ്റി കുഴപ്പമില്ല. ആൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്യുന്നു പറഞ്ഞു, വിളിക്കാന്ന്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ ലീഡിൽ നിനക്ക് ഈ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിനക്ക് എന്തൊക്കെ ഇൻപുട്ടാണ് കിട്ടിയിരിക്കുന്നത്? ഇതിപ്പം ആളുടെ പേരും പിന്നെ ആൾ സ്ഥലം ഇവിടെ കാലിക്കറ്റ് തന്നെയാണ്. പിന്നെ BCA കോഴ്സാണ് താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അല്ല, ഈ പറഞ്ഞ പേരും അഡ്രസ്സും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ ലീഡിൽ തന്നെ അത് ഫിൽട്ടർ ചെയ്ത് വരുന്നില്ലേ? പിന്നെ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഹലോ ഇത് ആരാണ് എന്നൊന്നും അറിയാണ്ട് നമ്മൾ വിളിക്കേണ്ട. ഓൾറെഡി അവരുടെ പേര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ പേര് ചൊല്ലി വിളിക്കുമ്പോഴാണ് ഒരാൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അല്ലേ? നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും തിരക്കിൻ്റെ സമയത്താണ് നമ്മൾ പറയുന്ന ഹലോ സാജൻ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അതെ എന്താണ് നമ്മൾ അറിയുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ നമ്മൾ അവർക്കൊരു ശ്രദ്ധ കൊടുക്കും. മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. രണ്ടാമതൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ കസ്റ്റമറായിട്ട് നമ്മളെ ക്ലയൻറ്റായിട്ട് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ആദ്യം അവർ കംഫർട്ടാണോ നോക്കണം. അവർ കംഫർട്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാളും ഭേദം നമ്മൾ ആ കസ്റ്റമറിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയണം. അവരെന്ത് കൺസേണിലാണ് വിളിക്കുന്നത്. ഇപ്പോൾ അവർ കോഴ്സിൻ്റെ കാര്യത്തിലാണ് വിളിച്ചത്, ആ കുട്ടിക്ക് ഈ കോഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയും. ആ കുട്ടി എന്തിനാണ് ആ കോഴ്സ് എടുക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് സാജന ക്ലിയർ ആക്കി കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന ഒരാളെ ഒരു ഇമോഷണലി കണക്ട് ചെയ്തിട്ട് അവരോട് സംസാരിച്ച് അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കും അവർ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. മേ ബി എന്തെങ്കിലും ഒരു ഡ്രീം ഒക്കെ ഉണ്ടാവും. സോ ആ ഡ്രീം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഡ്രീമിലേക്ക് ഈ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നൊക്കെ നോക്കി അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് സംസാരിച്ച് ഈ സംഗതികളെ ഇവിടെ വന്നാൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് നമ്മൾ കൊടുക്കുന്നിടത്താണ് ഒരാൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കോഴ്സിൻ്റെ സംഗതി മാത്രമല്ല, മറ്റ് വേറെ പല ബിസിനസ്സുകളിലായാലും ഈ സാധനം ആപ്ലിക്കബിൾ ആവും. കാരണം കസ്റ്റമറിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പറഞ്ഞിരിക്കുന്ന സ്ക്രിപ്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നിരിക്കുന്ന കുറേ ഡീറ്റെയിൽസുകളോ പറഞ്ഞു കൊടുക്കുന്നിടത്തല്ല കാര്യം. നമുക്ക് ആ കസ്റ്റമറിന് എന്താണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അവരുടെ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ സംസാരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുമ്പോഴാണ് എക്സാക്റ്റ് ആയിട്ട് അവിടെ കൺവേർഷൻ നടക്കുന്നത്. സോ ഇനി അങ്ങോട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ കോൾ ചെയ്യരുത്. കസ്റ്റമറിനെ അറിഞ്ഞ് കോൾ ചെയ്യണം. ഓക്കെ.